ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. എന്തോന്നല്ലേ സത്യം പറഞ്ഞ ബിഗ് ബോസ് നടക്കുന്നത് എനിക്ക് അറിയാൻ പറഞ്ഞിട്ട് തന്നെയാണ്. ഇത്രയും കച്ചറ സീസൺ വേറെ ഒരു സീസൺ ഇല്ല എന്ന് തന്നെ പറഞ്ഞു. ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്. കാര്യം സീസൺ 6 ഒക്കെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രയോ നല്ലതാണ്. ജാസ്മിന്റെ ഒക്കെ വെറുപ്പിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷേ ജാസ്മിൻ ഒന്നും ഇങ്ങനത്തെ സ്വഭാവമൊന്നും അവിടെ കാണിച്ചിട്ടില്ല. ഒന്ന്, അനുമോള് പേഴ്സണൽ ഗ്രച്ച് വെച്ച് കളിക്കുന്ന ഒരു വ്യക്തിയാണ്. അനുമോൾ സത്യം പറഞ്ഞാൽ ഇപ്പൊ അനുമോളുടെ ഒരു ഇമേജ് എങ്ങനെ വളർന്നിരിക്കുന്നു എന്ന് വെച്ചാൽ അനുമോൾ ഇപ്പോൾ സദാചാര അമ്മായി ആയിരിക്കുന്നു. ജിസേലിനെയും ആര്യന്റെയും കാര്യം എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം. അല്ലെങ്കിൽ തന്നെ ഇവക്കെന്തോന്നുള്ളേ രണ്ടുപേരും ഉമ്മ വെച്ചാ ഇവർക്ക് വല്ല പ്രശ്നമുണ്ടോ? അത് മാത്രമല്ല, ഇതൊക്കെ കല്യാണം കഴിക്കാത്തതിന്റെ കുഴപ്പമാണ് എന്നാണ് ചിലർ കമന്റ് ഒക്കെ ചെയ്യുന്നത്. എനിക്കറിയില്ല. പിന്നെ വന്നിട്ടുള്ള കുറെ ഓയിൽ കാർഡ് എൻട്രികൾ, സത്യം പറഞ്ഞാൽ ഈ ഓയിൽ കാർഡ് എൻട്രികളൊക്കെ കൂടെ ചേർന്ന് അകത്തുള്ള ഈ നെഗറ്റീവ് കണ്ടസ്റ്റന്റ് ഒക്കെ ഉണ്ടല്ലോ, നേരത്തെ വന്ന കുറെ എണ്ണത്തിനെയൊക്കെ നല്ല രീതിയിൽ പോസിറ്റീവ് ആക്കുന്നുണ്ട്. കാര്യം നേരത്തെ ഇരുന്നതും മെച്ചം വന്നതും മെച്ചം എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ഓയിൽ കാർഡ് എൻട്രിയിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് ആ ജിഷിനും മസ്താനയും. ജിഷിന് എപ്പോഴും ഈ പേഴ്സണൽ അറ്റാക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതായത് അവന്റെ സ്വന്തം കുടുംബത്തിലുള്ള കാര്യങ്ങൾ പറയുക. ഇന്നലെ തന്നെ വളരെ ചീപ്പായിട്ട് ഒരു കാര്യമാണ് അനീഷിന്റെ ഭാര്യ, ചുമ്മാ അല്ല നിന്നെ വിട്ടോട് നിന്റെ ഭാര്യ ഓടിപ്പോയെന്ന്. ജിഷിൻ മോനെ ഒരു കാര്യം ആലോചിക്കണം. അനീഷിനൊക്കെ ലവ് മാരേജ് ഒന്നും അല്ല, അറേഞ്ച് മാരേജ് ഒക്കെ ആണെന്നാണ് അറിഞ്ഞത്. പക്ഷെ നിങ്ങൾ ലവ് മാരേജ് ഒക്കെ ചെയ്ത് വളരെ നന്നായിട്ട് കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതിന്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഒക്കെ നടന്ന് നിങ്ങൾ വേർപിരിഞ്ഞത്. അപ്പോൾ അനീഷ് അത് തിരിച്ചു പറഞ്ഞില്ല. പക്ഷെ അനീഷ് പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, ഇവിടെയുള്ള ആർക്കും തന്റെ പേഴ്സണൽ കാര്യം എടുത്ത് പറയാം, ഇത് ഞാൻ അനുവാദം തന്നിരിക്കുന്നു, ചോണ ഉണ്ടെങ്കിൽ എടുത്ത് പറയാമെന്ന്. അത് മാത്രമല്ല, എല്ലാത്തിനും പ്രൂഫ് വേണം പുള്ളിക്ക്. പ്രൂഫ് അണ്ണന് എല്ലാത്തിനും പ്രൂഫ് വേണം. അതുപോലെ മസ്താനിക്ക് എന്തോ തറ കച്ചറ എന്നൊക്കെ പറയൂലേ, അതിന്റെയൊക്കെ പീക്ക് ലെവൽ. മസ്താനിയുടെ ഇന്റർവ്യൂ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. മസ്താനി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഇമേജും അതിന്റെ ഒരു നിലവാരവും ഒക്കെ അതേ കച്ചറ സ്വഭാവം കൊണ്ടാണ് ബിഗ് ബോസിനകത്ത് ഇറങ്ങിയിരിക്കുന്നത്. അല്ല വളിച്ച ആക്കിയ ചിരി, അല്ലെങ്കിൽ തന്നെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് സംസാരിക്കുന്നത്, വീട്ടിലുള്ളവരെ പറയുന്ന രീതിയിൽ സംസാരിക്കുന്നത്, നടുവിരൽ കാണിക്കുന്നു. റണ ഫാത്തിമയെ നടുവിരലൊക്കെ കാണിച്ചു മസ്താനി എന്നൊക്കെ പറയുന്നുണ്ട്. മസ്താനിയൊക്കെ അങ്ങ് അടിച്ചു പറയാണ് ഞാൻ കാണിച്ചിട്ടില്ല എന്ന്. അതൊക്കെ ഇപ്പൊ ലാലേട്ടൻ വരുമ്പോൾ എന്തായാലും ചോദിക്കുന്നതായിരിക്കും. ആ ലാലേട്ടന്റെ ഒക്കെ ഒരു ഗതികേട് ആലോചിച്ച് നോക്ക്. ദിവസം വരുമ്പോൾ കച്ചറ കാര്യങ്ങൾ, തള്ളക്കി വിളി, തെറിവിളി, നടുവിരൽ കാണിക്കുക, ലവ് ട്രാക്ക്, അല്ലെങ്കിൽ കെട്ടിപ്പിടുത്തം, ഉമ്മവെപ്പ്, ഇതിനെ കുറിച്ചൊക്കെയാണ് കേൾക്കുന്നത് ആ പാവത്തിന്. സത്യം ഇത്തവണത്തെ മത്സരാർത്ഥികൾ എടുത്ത് നോക്കിയാൽ ഫുൾ ടൈം അടി. അവർക്ക് വ്യക്തി ജീവിതം പുറത്തുണ്ടെന്നില്ല, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു സൗഹൃദം ഇവിടെ നിന്ന് ഉണ്ടാക്കണോ എന്ന് ഒരു ബോധമില്ല. ഇപ്പൊ അനീഷിന്റെ കാര്യം തന്നെ എടുത്താൽ അനീഷ് പറഞ്ഞിട്ടുണ്ട്, മേലിൽ ഈ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം എന്റെ വീട്ടിലോ എന്റെ നാട്ടിലോ എന്നെ കാണാനെന്ന് പറഞ്ഞ ആരും വരരുതെന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അനീഷ ആയാലും ശരി, മറ്റുള്ള മത്സരാർത്ഥികളായാലും ശരി, ആർക്കും ഒരു ഫ്രണ്ട്ഷിപ്പിനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഫുൾ ടൈം അടി, ഫുൾ ടൈം വഴക്ക്, ഇത് മാത്രമാണ് ലക്ഷ്യം. പിന്നെ നൂറ ആദില, സത്യം പറഞ്ഞാൽ നൂറ ആദിലയും അനുമോളെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇവർക്കൊരു സ്പേസ് കിട്ടുന്നത് അനുമോളുമായിട്ട് കമ്പനി ചേർന്നതിന് ശേഷമാണ്. ഈ നൂറയും ആദിലയൊക്കെ ബിഗ് ബോസിൽ ഉണ്ടാന്ന് അറിഞ്ഞൂടെ 3 ആഴ്ച അവിടെ എന്തോന്ന് ഓളമാണ് ഉണ്ടാക്കിയത്. നൂറയൊക്കെ 3 ആഴ്ച കഴിഞ്ഞ് നോമിനേഷനിൽ 4 വോട്ടോടുകൂടി വന്നതോടുകൂടിയാണ് നൂറയ്ക്ക് കുരുപൊട്ടി തുടങ്ങിയത്. പിന്നെ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡും പ്രകസനവും ഒക്കെ വേറെ ലെവലായിരുന്നു. നെവിനെ പുറത്താക്കി, അതൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. പക്ഷെ സത്യം അനുമോളുടെ ആ ഒരു ഫെയിം, ആ ഒരു ഇമേജ്, അനുമോളുടെ ആ ഒരു പെർഫോമൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ 3 ആഴ്ച ഇല്ലാത്ത കാര്യങ്ങൾ പറയുക, നല്ല സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ട്. അപ്പൊ അനുമോളെ പിന്തുണച്ച് നിന്നാൽ തങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവും എന്ന രീതിയിലാണ് ആദിലയും നൂറയും ഒക്കെ അവിടെ കളിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല മസ്താനിയൊക്കെ 50 ദിവസം തികയ്ക്കുമെന്ന്. അതിന് മുമ്പൊക്കെ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും പോകും. നിങ്ങൾ എഴുതി വെച്ചോ. അതുപോലെ റണ ഫാത്തിമ ഇത്തവണ നോമിനേഷനിൽ വന്നാൽ പോലും റണ ഫാത്തിമയെ എടുത്ത് ദൂരെ എറിയേണ്ട എല്ലാ സാധ്യതയുണ്ട്. റണ എന്തൊക്കെയായിരുന്നു, വഴി കൂടെ പോണവരുടെ ഒക്കെ മെക്കിട്ട് കയറിയ രണയെ നൂറ അടിച്ചിരുത്തി എന്ന് വേണം പറയാം. എന്നിട്ട് ഇപ്പൊ നൂറയുടെ ഗാങ്ങിലാണ് റണ. ഇന്നലെ ബിഗ് ബോസ് തന്നെ സൈ കിട്ടും. സത്യം പറഞ്ഞ അക്ബറിനെയും ഷാനവാസിനെയും കൺഫെഷൻ റൂമിൽ വിളിച്ചുകൊണ്ട് എന്താണ് ഇതെന്നാണ് ചോദിക്കുന്നത്. 24 മണിക്കൂറും തമ്മിത്തല്ലും വഴക്കും തള്ളക്കി വിളിയും ഇത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പറയാൻ, വേറെ ഒന്നുമില്ല, ഇതൊരു ഷോ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് പോലും രണ്ടും കൂടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുകയും ദേഷ്യപ്പെടുകയാണ്. പിന്നെ അവസാനം കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ ആളുകൾക്കൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. ബിഗ് ബോസിൽ സത്യം പറഞ്ഞാൽ വരണം. ബിഗ് ബോസിൽ ഓരോ മത്സരാർത്ഥികളും വരുമ്പോൾ അവന്റെയൊക്കെ ഒറിജിനൽ സ്വഭാവം, അവനായാലും അവളായാലും ഒറിജിനൽ സ്വഭാവം പുറത്ത് കാണിക്കുക. അങ്ങനത്തെ ഒരു ഷോ ആണ്. അനുമോളെ കാര്യം തന്നെ നമ്മൾ കണ്ടു. ഇമാതിരി സ്വഭാവമാണോ അനുമോൾ എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ആ ജിസേലിന്റെയും ആര്യന്റെയും കാര്യം എടുത്ത് ഇട്ടതോടുകൂടി അനുമോക്ക് ഉള്ള പീക്കും ഇമേജും അല്ലെങ്കിൽ സ്നേഹവും ഒക്കെ കുത്തനെടിഞ്ഞു. ആ ഒരൊറ്റ സംഭവം കൊണ്ട് അക്ബറിന്റെ ഗ്രാഫ് ഉയർന്നു. അക്ബറാണ് അവിടെ ഡെമോ കാണിക്കുന്ന സമയത്ത് എണീറ്റ് പോയത്. അനുമോൾ എന്തോന്നേ എല്ലാം പച്ചയ്ക്ക് പറയും പോലെയും കാണിക്കുന്നതിൽ അനുമോക്ക് എന്തോന്നാണ് പ്രശ്നം. അനുമോൾ പണ്ടേ ആണുങ്ങളെ കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. വന്നപ്പോ മൊണ്ണകളാണ്, അല്ലെങ്കിൽ പെണ്ണുങ്ങളെ പുറകെ പോകുന്നവന്മാരാണ്. അപ്പാന ശരത്തിനെ ഇതേപോലെ പറഞ്ഞു, പിന്നെ ആര്യനെ ഇതേപോലെ പറഞ്ഞു, ബാക്കിയുള്ള എല്ലാ മത്സരാർത്ഥികളെയും പറഞ്ഞു. ഇപ്പോഴത്തെ ആര്യനും ജിസയിലും തമ്മിൽ അനുമോളുടെ അടുത്ത് ആരും വന്ന് കൂടുതൽ അടുക്കാത്തത് കൊണ്ടാണോ അതോ അനുമോക്ക് ഇവർ ഇത്രയും അസൂയാണോ എന്തെന്ന് പറഞ്ഞുകൂടാ. പല പേരുകളാണ് അനുമോൾക്ക്. അനുമോൾ അസൂയ,
കുത്തിത്തിരിപ്പ്, 2025 സദാചാര അമ്മായി, ഇങ്ങനെ അനുമോക്കില്ലാത്ത പേരൊന്നുമില്ല. എന്തായാലും ഈ ഒരു 6 സീസൺ വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നു. അവരൊരു പ്രശ്നം വന്നാലും പറഞ്ഞു തീർക്കും, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കൂല. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാലും ഇപ്പൊ ബിഗ് ബോസും ലാലേട്ടനും പോലും വന്ന് ഓരോന്ന് പറയുമ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ അവർ അവിടെ വെച്ച് നിർത്തും, ബാക്കിയുള്ള മത്സരാർത്ഥികളും മറ്റ് സീസണുകളിലും. പക്ഷെ ഇത് അങ്ങനെയൊന്നുമില്ല. ഈ ജിസയിലും അനുമോളും ഇത്ര സ്നേഹത്തോടെ ആർട്ടിഫിഷ്യൽ കെട്ടിപ്പിടുത്തമായിരുന്നു. പക്ഷെ ജയിലിൻ്റെ അകത്ത് എന്തായിരുന്നു സംഭവം? രണ്ടും കൂടെ വീണ്ടും ആടി. ഇനി കണ്ട ഗോളിന് നേരത്തെ ഇരിക്കുന്ന മത്സരാർത്ഥികളൊന്നും ഇപ്പൊ തൽക്കാലം പോകും തോന്നുന്നില്ല. അമ്മാതിരി നെഗറ്റീവും കൊണ്ടാണ് വന്നിരിക്കുന്നത് വൈൽഡ് കാർഡ് എൻട്രികൾ. അതിൽ വേറെ 2 ഉണ്ട്, പ്രവീണും സാബു മോനും. അവരൊക്കെ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, സാബു മാൻ അല്ലേ, അവരൊക്കെ എന്തിനാണെന്ന് അറിയില്ല. അവരൊക്കെ താമസിയാതെ പോകും. മസ്താനിയൊക്കെ ഒരുവിധമൊക്കെ ഒരു 40 ദിവസമൊക്കെ പിടിച്ച് നിൽക്കും, അവിടെ അടികളൊക്കെ ഉണ്ടാക്കി. അതിൽ വേറെ 2 ഉണ്ട്, പ്രവീണും സാബു മോനും. അവരൊക്കെ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, സാബു മാൻ അല്ലേ, അവരൊക്കെ എന്തിനാണെന്ന് അറിയില്ല. അവരൊക്കെ താമസിയാതെ പോകും. മസ്താനിയൊക്കെ ഒരുവിധമൊക്കെ ഒരു 40 ദിവസമൊക്കെ പിടിച്ച് നിൽക്കും, അവിടെ അടികളൊക്കെ ഉണ്ടാക്കി. മസ്താനി വെളിയിൽ നിന്ന് കണ്ടിട്ട് വന്നപ്പോൾ അനീഷ് സത്യം പറഞ്ഞാൽ ആദ്യം ഭയങ്കര വെറുപ്പിച്ചാണ് അനീഷിന് ഫാൻസ് ഉണ്ടായത്. അതേ സ്ട്രാറ്റജി ആണെന്ന് തോന്നുന്നു മസ്താനി എടുക്കുന്നത്. പക്ഷേ അനീഷ് മസ്താനിയൊക്കെ വെച്ച് നോക്കുമ്പോൾ തങ്കക്കുടം, സ്ത്രീ വിരോധി എന്നൊക്കെ പറഞ്ഞു വന്ന അനീഷ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എത്രയോ പെണ്ണുങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയോ കാര്യത്തിൽ അനുമോക്കൊക്കെ എത്രയോ വട്ടം സപ്പോർട്ടായിട്ടുണ്ട്, സ്നേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. സത്യം ഈ ഒരു സീസൺ ഞാൻ ബെറ്റിടുന്നു, അനീഷ് കപ്പടിച്ചുകൊണ്ട് പോവും. ഇത് 100% ഉറപ്പാണ്. പക്ഷെ ഞാൻ ഒറ്റ ഒരു കാര്യം പറയാം, ഈ ബിഗ് ബോസ് സീസൺ 7 ഫുൾ ടൈം വഴക്കും അടിയും കുത്തിത്തിരിപ്പും അസൂയയും നിറഞ്ഞവരാണ്. പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് കളിക്കുന്നവരാണ്. മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്ന സ്വഭാവമില്ല, സ്നേഹത്തോടെ സംസാരിക്കുന്ന ഒരു മനോഭാവമില്ല, സന്തോഷമില്ല, ഒന്നുമില്ല. ഓണത്തിന് പോലും ഓണത്തല്ലുണ്ടാക്കിയ മക്കളാണ് അവിടെ ഇരിക്കുന്നവരൊക്കെ. ഇതാണ് ഈ ഒരു 30 ദിവസം കഴിഞ്ഞിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ 7 നടന്നുകൊണ്ടിരിക്കുന്നത്. സോ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സി യു നെക്സ്റ്റ് വീഡിയോ. ബൈ.